കഥാപാത്രങ്ങൾ, ചെറിയ കഥാപാത്രങ്ങൾ, കൂടുതലെടുത്ത് നാടക നടന്മാരാണ് അഭിനയിച്ചേക്കുന്നത്. നടികളൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും നമ്മൾ അവരുടെ സീനൊക്കെ നമ്മൾ നോക്കിയിരുന്നു. നല്ല ക്രൗഡൊക്കെ ചെയ്യുന്നതിൽ ഈ സംവിധായകൻ വളരെ സ്കില്ല് ഉപയോഗിച്ചിട്ടുണ്ട്. രതീഷേൻ്റെ എല്ലാം നല്ല ഇത് കാണാനുണ്ട്. രതീഷേൻ്റെ എല്ലാ സംതിങ് ഐ മീൻ എന്താണ് ആൾ ഉദ്ദേശിച്ചതെന്നുള്ള ഇത് കാണാനുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷം എന്നെ അങ്ങനെ കാണാൻ പറ്റിയത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതിനകത്ത് ആവശ്യമുള്ള പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഡയലോഗൊക്കെ. ആ രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമുള്ള ഡയലോഗുകളുണ്ട്. താങ്ക് യു. അത് എൻ്റെ ഫസ്റ്റ് നായിക എന്നുള്ള മൂവിയല്ലേ. നമ്മളെല്ലാം ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല, ഭയങ്കര സന്തോഷം. അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. ഒരു ഇതെല്ലാം കഴിഞ്ഞ ഒരു മൂലക്ക് വരുന്ന കരയണം. സന്തോഷം കണ്ടാണ്. എന്നത്തെ കേസുകളായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു സിനിമയല്ല. രണ്ട് വേറൊരു ജോണറാണ്. പക്ഷെ എന്തായാലും അത് എത്രത്തോളം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഒരു RCU എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ സുരേഷൻ അതിൻ്റെ ഒരു കഥാപാത്രമാണ്. ഇതിൽ ചാക്കോച്ചൻ ഒരു കഥാപാത്രമാണ്. എത്രത്തോളം ചാക്കോച്ചനെ ഹെൽപ്പ് ചെയ്തു സുരേഷൻ ആ സിനിമയിൽ. ഇതിൽ സുരേഷിനെ ഹെൽപ്പ് ചെയ്യാണ് ചാക്കോച്ചൻ. അങ്ങനെയാണ്.